ഞാൻ ഇന്ന് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുകയാണ്. ദി ക്വസ്റ്റ്യൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആർ യു ഹാപ്പി ഇൻ യുവർ ലൈഫ്? ലൗഡർ പ്ലീസ്. പക്ഷേ ഇനി ആ ചോദ്യം വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. നെഞ്ചിൽ കൈവച്ച് സത്യസന്ധമായി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംതൃപ്തനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തുത്തരം പറയും? എന്തുകൊണ്ട്? ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലേ? അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത്. ഓരോ ദിവസവും പ്രഭാതത്തിൽ നിങ്ങൾ എണീറ്റ് കഴിഞ്ഞതിന് ശേഷം കണ്ണാടിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾ ചോദിക്കണം, ആർ യു ഹാപ്പി? നിങ്ങളുടെ അതിബോധ മനസ്സിനോട് നിങ്ങൾ ചോദിക്കണം. ആ മനസ്സിൽ നിന്നും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഉത്തരം കിട്ടുന്നത് വരെ അത് ചോദിച്ചുകൊണ്ടേയിരിക്കണം. യെസ് എന്ന ഉത്തരം കിട്ടുന്നത് വരെ ആ ചോദ്യം നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഞാൻ നിങ്ങളോട് ഇനി സംസാരിക്കുന്ന സമയത്ത് ഒരു സെൽഫ് ബോസ്റ്റിംഗ് ആയിട്ട് ഇതിനെടുക്കരുത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ണാടിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് എൻ്റെ നെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ആർ യു ഹാപ്പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും യെസ് എന്ന്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാജിക്കിന്റെ പശ്ചാത്തലവും എൻ്റെ വീടിനില്ല. കുട്ടിക്കാലത്ത് മാജിക്കിനെ ഞാൻ സ്വപ്നം കണ്ടു. ഒരു ജാലവിദ്യക്കാരനാവണം എന്ന് ആഗ്രഹിച്ചു. ഒരുപാട് കഷ്ടപ്പെട്ടു. റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങി, ഭക്ഷണം കിട്ടാതെ അലഞ്ഞു, ജാലവിദ്യയ്ക്ക് വേദികൾ തേടിക്കൊണ്ട് ഒരുപാട് അലഞ്ഞു നടന്നു. പക്ഷേ ആ സ്വപ്നത്തിൽ എത്തി എന്നുള്ളതിന്റെ പേരിലാണ് ഞാൻ ഹാപ്പിയാണ് എന്ന് പറയുന്നത്. ഒരുപാട് മേഖലകളിലേക്ക് പടർന്നു കയറാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ സ്വപ്നം എന്ന് പറയുന്നത് ഇന്ദ്രജാലമായിരുന്നു. ഒരു ഇന്ദ്രജാലക്കാരനാവണം എന്ന് മോഹിച്ചതിന്റെ പേരിൽ ജാലവിദ്യക്കാരനായി എന്നുള്ളതാണ് എന്റെ സന്തോഷം. എന്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളോട് എന്തുകൊണ്ട് ഞാനിത് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവണം. ആ സ്വപ്നങ്ങളിൽ എത്തുന്നത് വരെ നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് പറയാൻ പാടുള്ളത്. നിങ്ങൾ എല്ലാവരും എനിക്ക് തോന്നുന്നു 20 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് അല്ലേ? ആണല്ലോ? ഓക്കെ. നമ്മുടെ ബ്രെയിനകത്ത് 4 ലോബ്സ് ഉണ്ട്. ഓക്സിപിറ്റൽ ലോബ്, പെരിറ്റൽ ലോബ്, ടെമ്പറൽ ലോബ്, ഫ്രോണ്ടൽ ലോബ്. ഇതിനകത്ത് ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്നത് നമ്മുടെ ഈ നെറ്റിയുടെ തൊട്ട് പിന്നിലുള്ളതാണ്. അതിന്റെ നടുവിലായി പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. സീറ്റ് ഓഫ് ഹ്യൂമാനിറ്റി എന്നുള്ളതാണ് അതിനെ സയൻസ് വിശേഷിപ്പിക്കുന്നത്. മനുഷ്യത്വത്തിന്റെ ഉറവിടം അല്ലെങ്കിൽ മനുഷ്യത്വത്തിന്റെ ഇരിപ്പിടം എന്നാണ് അതിനെ പറയുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20 വയസ്സാകുമ്പോൾ മാത്രമേ ഈ ഫ്രോണ്ടൽ ലോബിന് വളർച്ച പ്രാപിക്കുകയുള്ളൂ. അതുവരെ നിങ്ങൾ കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന കാര്യങ്ങളും എല്ലാം ഇത് സ്വീകരിച്ചുകൊണ്ടിരിക്കും. 20 വയസ്സാകുമ്പോഴേക്കും നിങ്ങൾ എന്തിനെ സ്വപ്നം കാണുന്നു, എന്താവണം എന്ന് നിങ്ങളുടെ മനസ്സിൽ ഉരുത്തിരിയുന്നു, അത് അധ്യാപകർ പറയുന്നതോ നിങ്ങളുടെ മാതാപിതാക്കൾ പറയുന്നതോ ഒന്നുമല്ല പ്രധാനം. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്തായി തീരാൻ ആഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ നയിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തിപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിച്ചുവെങ്കിൽ അവിടെയാണ് നിങ്ങൾ കണ്ണാടിയിലേക്ക് നോക്കി ആർ യു ഹാപ്പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുത്തരം പറയാൻ സാധിക്കുക? എന്തുത്തരം പറയാൻ സാധിക്കുക? യെസ്. എല്ലാവരും വിചാരിക്കുന്നത് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ 4 കാര്യങ്ങളാണ്. 1 പണം, 2 പ്രശസ്തി, 3 പവർ, 4 സൗന്ദര്യം. ഇത് 4മല്ല സന്തോഷമുണ്ടാക്കുന്നത് എന്നുള്ളത് ചരിത്രം തെളിയിച്ചിട്ടുണ്ട് അല്ലെ? ഒരുപാട് പണം ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം ഉണ്ടാവും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയാണെങ്കിൽ അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചു. മരണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹം അംഗരക്ഷകരെ വിളിച്ചതിന് ശേഷം പറഞ്ഞത് 2 കൈകളും പുറത്തേക്ക് തൂങ്ങിക്കിടക്കട്ടെ എന്നുള്ളതാണ്. അതിന്റെ സാങ്കത്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സാങ്കത്യമുണ്ട്. ഈ ലോകം മുഴുവൻ പിടിച്ചടക്കിയ അലക്സാണ്ടർ ചക്രവർത്തി പോലും മരിച്ചു പോകുന്നത് ഒഴിഞ്ഞ കൈകളോടുകൂടിയാണെന്നുള്ളത് ലോകം കാണട്ടെ എന്നുള്ളത്. അപ്പോ ഒരുപാട് സമ്പത്തുണ്ടായതുകൊണ്ട് ഒരു കാരണവശാലും ജീവിതത്തിൽ സന്തോഷമുണ്ടാവില്ല. അലക്സാണ്ടർ ചക്രവർത്തി കണ്ണാടിയിലേക്ക് നോക്കി പണം മുന്നിൽ വെച്ചുകൊണ്ട് ആർ യു ഹാപ്പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ എന്ന് ഉത്തരം കിട്ടും. അപ്പോ പണമല്ല പ്രധാനം. പ്രശസ്തി. അങ്ങനെയാണെങ്കിൽ മൈക്കൽ ജാക്സൺ ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായിരുന്നു. പക്ഷെ മൈക്കൽ ജാക്സൺ മയക്കുമരുന്ന് ഉപയോഗിച്ച് മരിച്ചു അല്ലെ? അദ്ദേഹവും അവസാനം ദുഃഖിതനായിരുന്നു. 3ാമത്തെ കാര്യം പവർ, പദവി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഹിറ്റ്ലർ, അദ്ദേഹം ലോകത്തെ മുഴുവൻ അടക്കി വാണ വ്യക്തിയായിരുന്നു. പക്ഷേ സ്വന്തം നിറയൊഴിച്ച് അദ്ദേഹവും മരിച്ചു. ഇനി സൗന്ദര്യത്തിന് വേണ്ടിയാണ് ഒരുപാട് ആളുകൾ ഒരുപാട് പൈസ ചെലവാക്കുന്നത് അല്ലെ? സൗന്ദര്യം ഒരുപാടുണ്ടെങ്കിൽ ജീവിതത്തിൽ എല്ലാം സന്തോഷം ഉണ്ടാവും എന്നുള്ളത് തെറ്റിദ്ധരിക്കുന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മെർലിൻ മൺറോ ലോകം കണ്ട ഏറ്റവും വലിയ സുന്ദരിയായിരുന്നു. അവർ മരിച്ചത് 36ാമത്തെ വയസ്സിലാണ്. ആത്മഹത്യ ചെയ്തു. മരിക്കുന്നതിന് മുമ്പ് അവർ എഴുതി വെച്ചു,
എന്താണെന്നറിയാമോ? എന്റെ സൗന്ദര്യമാണ് എന്റെ ശാപം എന്ന്. അപ്പോ പണമല്ല, പ്രശസ്തിയല്ല, പദവിയല്ല, സൗന്ദര്യമല്ല സന്തോഷത്തിലേക്ക് നയിക്കുന്നത്. പിന്നെ എന്താണ്? 20 വയസ്സിനുള്ളിൽ നിങ്ങൾ എന്തായി തീരണം എന്ന് ആഗ്രഹിക്കുന്നുവോ ആ സ്വപ്നത്തിലേക്ക് നിങ്ങൾ സ്വയം നയിക്കപ്പെടുകയാണെങ്കിൽ, ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണെങ്കിൽ, അവിടെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുകയാണെങ്കിൽ, നിങ്ങൾ കണ്ണാടിയിലേക്ക് നോക്കി, കണ്ണിലേക്ക് നോക്കി, നെഞ്ചിന് നേരെ വിരൽ ചൂണ്ടി ചോദിക്കുമ്പോൾ യെസ് എന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അതുകൊണ്ട് എന്റെ കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളുടെ തലച്ചോറിനകത്ത്, നിങ്ങളുടെ ഫ്രണ്ടൽ ലോബിനകത്ത് നിങ്ങൾ എന്തായി തീരണം എന്നുള്ള കാര്യം 20 വയസ്സിനുള്ളിൽ നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ മുമ്പിലുള്ള പ്രതിസന്ധികളെ, പ്രതിബന്ധങ്ങളെ ചവിട്ട് തെറിപ്പിച്ച് ശക്തമായി ആ സ്വപ്നത്തിലേക്ക് നയിക്കാൻ വേണ്ടി നിങ്ങളെ സ്വയം പ്രാപ്തരാക്കുക. അങ്ങനെ നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുമ്പോൾ ആ ദിവസം മുതൽ കണ്ണാടിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ചോദിക്കണം, ആർ യു ഹാപ്പി? അപ്പൊ നിങ്ങൾ എന്തുത്തരം പറയും? എന്തുത്തരം പറയും? താങ്ക് യു സോ മച്ച്.